കോമ്പറ്റീഷനിൽ ഉറച്ചു നിൽക്കാനുള്ളതിന്റെ അതിന്റെ പുറകെ ബ്രാൻഡിങ്ങിന് എത്രമാത്രം റോൾ ഉണ്ടെന്നാണ്? ബ്രാൻഡഡ് ഷോറൂം അല്ലെങ്കിൽ ബ്രാൻഡഡ് ഐറ്റംസിനോടാണ് ഇപ്പോഴും കേരളീയർക്ക് താല്പര്യം. അല്ലാതെ ഒരു ചെറിയ സ്ഥലത്ത് പേരില്ലാത്തൊരു സ്ഥലത്ത് ആളുകൾ പോയി പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സ് അനുവദിക്കില്ല. അപ്പൊ ആളുകൾക്ക് ബ്രാൻഡഡ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 വർഷം കൊണ്ട് വലിയ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരെക്കാൾ കൂടുതൽ മുന്നിലേക്ക് പോകാൻ പറ്റി. ദൈവാനുഗ്രഹമാകാം, കസ്റ്റമറുടെ സപ്പോർട്ടാകാം, എന്തുകൊണ്ടോ അത് സാധിച്ചു. പഴയ കസ്റ്റമേഴ്സ് ഇന്നും വന്നു പോകുന്നുണ്ട്. അപ്പൊ അവരെ അതുപോലെ തന്നെ നിലനിർത്താൻ, അവരുടെ വിശ്വാസം ഇന്നും അതുപോലെ തന്നെ ഉറച്ച് ഇമ്മാനുവൽ സിൽക്സിൽ വെച്ചിരിക്കാൻ വേണ്ടി ഇമ്മാനുവൽ സിൽക്സ് എന്താണ് ചെയ്യുന്നത്? കസ്റ്റമർ എന്താഗ്രഹിക്കുന്നുവോ അത് കസ്റ്റമറിന് കൊടുക്കുക. അത് ഇമ്മാനുവലിന് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഇനിയും തുടർന്നും അതുണ്ടാവും. അതാണ് കസ്റ്റമറെ നിലനിർത്താനായിട്ട് പ്രധാന ഘടകം. നമ്മളൊരു കസ്റ്റമറെ കൊണ്ടുവരാനായിട്ട് പരസ്യമാർഗങ്ങളിലൂടെ പറ്റും. ആദ്യത്തെ ഘട്ടം ഒരു പരസ്യം ചെയ്തു എന്താണെന്ന് നോക്കാൻ കസ്റ്റമർ വരാം. പിന്നെ വന്ന കസ്റ്റമറെ നിലനിർത്തുക എന്നുള്ളത് പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടി. അതിന് ഒന്ന് കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് കൊടുക്കണം, 2 കസ്റ്റമറിന് ആവശ്യമായ സർവീസ് കൊടുക്കണം, കസ്റ്റമറിന് ആവശ്യമായ ഫെസിലിറ്റി കിട്ടണം. ഈ 3 ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് കസ്റ്റമർ പിന്നെ നിലനിൽക്കുക. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് കസ്റ്റമർ അവസാനിക്കും. ഇമ്മാനുവലിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ നിലനിൽക്കുന്ന ഈ ഘടകങ്ങളെല്ലാം കസ്റ്റമറിന് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ക്വാളിറ്റി വേഴ്സ് പ്രൈസ്, ഇതിന് എങ്ങനെയാ മെയിൻ്റനൻസ് പറ്റുക? കാരണം ഓഫ് കോഴ്സ് നമുക്ക് ക്വാളിറ്റി കൂടുമ്പോൾ അതനുസരിച്ച് സാധനങ്ങളും അതിന്റെ കൊമോഡിറ്റിയുടെ റേറ്റും ഒക്കെ കൂടും. പക്ഷേ എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ബാധ്യതകൾ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കാനും പറ്റത്തില്ല. അപ്പൊ ഇത് രണ്ടിനും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ എന്താണ് ഇമ്മാനുവൽ സിൽക്സ് ചെയ്യുന്നത്? ഒന്ന് ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഇമ്മാനുവൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ബ്രാൻഡഡിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെയാണ്. അതിൽ വേറെ ഒന്നും ആർക്കും ഒന്നുമില്ല. പിന്നെ അതുകൊണ്ട് ക്വാളിറ്റി കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ വില എന്ന് പറഞ്ഞാൽ ഇതിന് പുറമെയുള്ള ഐറ്റംസിനെ സംബന്ധിച്ചിടത്തോളം മാനുഫാക്ചറിങ് ടു ഇമ്മാനുവൽ സിൽക്സ് ഇതിന്റെ ഇടയിലുള്ള ഒരാളില്ല, തേർഡ് പാർട്ടി ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ വരുന്ന കോസ്റ്റിൽ വരുന്ന ഡിഫറൻസ് കസ്റ്റമറിന് നേരിട്ട് കൊടുക്കാൻ ഇമ്മാനുവലിന് പറ്റും. അതാണ് ഇമ്മാനുവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പർച്ചേസിങ് ഫുൾ ടൈം നടക്കുന്നത് കൊണ്ടും ഐറ്റംസും കൃത്യമായിട്ട് അതുപോലെ ഏറ്റവും സെലക്റ്റീവ് ഐറ്റംസും ഏറ്റവും ട്രെൻഡി ഐറ്റംസും നമുക്ക് ഉണ്ടാവും. മാർക്കറ്റിൽ വന്ന മാറ്റത്തിനെ കുറിച്ച് സാറിന് എന്താ പറയാ? കാരണം കാലങ്ങൾക്ക് മുൻപേ മലയാളികൾ എങ്ങനെയാണോ ഷോപ്പിങ്ങിനെ കണ്ടിരുന്നത് അതുപോലെയല്ല ഇന്ന് മലയാളികൾ ഷോപ്പിങ്ങിനെ കാണുന്നത്. അപ്പൊ ഈ മാറ്റത്തിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അതായത് ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു ഫാമിലി പർച്ചേസിംഗ് ആണ്. ഒരു വ്യക്തിയുടെ ഒരു ചെറിയ പർച്ചേസിംഗിനേക്കാൾ ഒരു ഫാമിലി പർച്ചേസിംഗ് ആണ്. അതിൽ വലിയ മാറ്റം വന്നതായിട്ടൊന്നും, അതായത് ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അതിനുള്ള ട്രെൻഡ്സിലോ ചെറിയ മാറ്റം വന്നിട്ടുണ്ടാവാം. എന്നാൽ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സാരി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ ഗൗൺ ആവാം. അങ്ങനെ ചെറിയൊരു മാറ്റമില്ലാതെ മറ്റു രീതിയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിലുള്ള മാറ്റമേ ഉള്ളൂ. അല്ലാണ്ട് വലിയൊരു മാറ്റം ഈ മേഖലയിൽ വന്നിട്ടില്ല. അത് വെറുതെ ഒരു പറയാന്ന് മാത്രം അല്ലാണ്ട് വലിയൊരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെ ഒരു ടെക്സ്റ്റൈൽ എപ്പോഴും ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുക. പക്ഷെ നമ്മളിപ്പം കാലങ്ങൾക്ക് മുൻപേ നോക്കുകയാണെങ്കിൽ ഓണം, വിഷു, ക്രിസ്മസ് ഇല്ല അങ്ങനെ ഏതെങ്കിലും ഫെസ്റ്റിവൽ സമയത്താണ് കൂടുതലും ഷോപ്പിംഗ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് മലയാളികളിൽ കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മാസം ശമ്പളം കിട്ടുകയാണെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യില്ല. ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു മൂഡിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം അതിന് ഇമ്മാനുവൽസ് റെഡിയാണോ? അത് ഫുൾ ടൈം റെഡിയാണ്. കാരണം ആളുകൾക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അത് കൊടുക്കണം. അല്ലാണ്ട് പഴയ പോലെ ഇപ്പൊ ഓണത്തിന് റെഡി ആയിരിക്കുക, ക്രിസ്മസിന് റെഡി ആയിരിക്കുക, ആ കാലഘട്ടമൊക്കെ പോയി. അതായത് ആളുകൾ എപ്പോഴും പർച്ചേസിന് തയ്യാറാണ്. ആളുകളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്. അപ്പൊ അത് ആളുകൾ വരുന്ന സമയത്ത് നമ്മൾ റെഡി അല്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലാണ്ട് ഞങ്ങളൊരു സമയത്ത് റെഡി ആവുള്ളൂ, ആ സമയത്ത് നിങ്ങൾ വന്നാൽ മതി എന്ന് പറയാൻ പറ്റില്ല. കസ്റ്റമർക്ക് എപ്പോഴും വരാം. വരുമ്പോൾ നമ്മൾ അതിന് അവരെ സ്വീകരിക്കാനോ അവർക്ക് ആവശ്യമുള്ള കൊടുക്കാനോ റെഡി ആയിരിക്കും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? കമ്മോഡിറ്റി എത്തുക, ഇല്ലേ എല്ലാം സ്റ്റോക്ക് കറക്റ്റ് ആയിട്ടിരിക്കുക, സ്റ്റോക്ക് ക്ലിയറൻസ് നടത്തുക. അപ്പൊ അങ്ങനെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഒരു ദിവസം പൊതുവെ സാറ് ഫേസ് ചെയ്യുന്നത്? അല്ല, അതൊക്കെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലില് ഡിവൈഡ് ചെയ്ത് കൃത്യമായി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും നേരിട്ടുള്ള ഒരു ഇടപെടല് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് വേണ്ട. അതൊരു സ്റ്റാഫ് അത് കൃത്യമായിട്ട് ചെയ്യും. അത് പർച്ചേസിങ് നടക്കും. പർച്ചേസ് ചെയ്ത സാധനം ഗോഡൌണിലെത്തും. ഗോഡൌണിലെത്തിയത് കൃത്യമായി സ്റ്റിക്കറിങ്, അതായത് പ്രൈസിങ് നടക്കും. പ്രൈസിങ് നടത്തിയത് അതാത് ഷോറൂമിലേക്ക് എന്തൊക്കെ വേണോ അത് കൃത്യമായി അതാത് സമയത്ത് കൃത്യമായി എത്തും.
അതൊരു ഒരു ഒരു റൂട്ടീൻ, ഒരു ഗവൺമെന്റ് പ്രോസസ് നടക്കുന്ന പോലെ അത് കൃത്യമായിട്ട് നടക്കും. അതില് കൃത്യമായ നമ്മുടെ ഇടപെടലോ നോട്ടൊന്നും ആവശ്യമില്ല. ഈ ടെക്സ്റ്റൈലിൽ നിന്നും വേറെ എന്തെങ്കിലും ഡൈവേഴ്സിഫിക്കേഷനിൽ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം ദൈവം ഒരു മാർഗം തന്നിട്ടുണ്ട്. ആ മാർഗത്തിൽ നന്നായിട്ട് നിൽക്കുക, നന്നായിട്ട് പോവുക എന്ന് മാത്രമാണ് ഇതുവരെയുള്ള ഇത്. ദൈവനിശ്ചയം അതാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഹോളിഡേയ്സ് അതിനുള്ള സമയം കിട്ടാറുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോളിഡേ ഇല്ല. കാരണം 365 ഡേയ്സ് വർക്കിംഗ് ഡേ എന്ന് പറയുന്ന പോലെയാണ്. അതിൽ അപൂർവം ചില ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഷോറൂം വർക്കിംഗ് ആണ്. പിന്നെ ഫാമിലി കാര്യങ്ങൾക്ക് നമുക്ക് അതിൻ്റെതായ സമയം നമ്മൾ ഒഴിച്ചു വെക്കാറുണ്ട് എപ്പോഴും. സാറിന്റെ ഫാമിലിനെ കുറിച്ച് പറയാം. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞങ്ങളൊരു 16 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. കാരണം ഫാദർ ഈ തൃശ്ശൂർ ഷോറൂം തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു. 2008 ജൂണിൽ ഫാദർ മരിച്ചു. പിന്നെ അമ്മയും ഞങ്ങൾ 4 സഹോദരന്മാരും ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളുടെ കുട്ടികളടങ്ങുന്ന 16 അംഗങ്ങളുള്ള ഒറ്റ ഫാമിലിയാണ്. അപ്പോൾ 4 സഹോദരന്മാര്, ഞാൻ അതിൽ രണ്ടാമത്തെയാണ്. എനിക്ക് മൂത്തൊരാളുണ്ട്, താഴെ 2 പേരുണ്ട്. സർ, ഇനി അടുത്തതായി ഒരു ചെറിയ റാപ്പിഡ് ഫയർ ആണ്. പെട്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് പെട്ടെന്നുള്ള ഉത്തരമാണ്. സാറിന്റെ ബർത്ത്ഡേ ജനുവരി 18. ഏറ്റവും ഇഷ്ടമുള്ള നിറം? മഞ്ഞ. അവധിക്കാലത്ത് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആ സ്ഥലം? ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ്. ഇഷ്ടമുള്ള ആഹാരം? അത് എന്തും കഴിക്കും. ഭാര്യയെ കുറിച്ച് ഇതുപോലെ 2-3 ചോദ്യങ്ങൾ. ഭാര്യയുടെ ബർത്ത്ഡേ? ഫെബ്രുവരി 18. ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള നിറം? ഓറഞ്ച്. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം? വിശുദ്ധ ഗ്രന്ഥം ബൈബിളാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ? ഭക്തിഗാനത്തിലെ ദൈവസ്നേഹം വർണ്ണിച്ചിടാമെന്ന് പറഞ്ഞ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പം ഇത്രയും സമയം ഞങ്ങളിലൂടെ ചെലവഴിച്ചതിനും ഇത്രയും ഇമാനുവൽ സിൽക്സിനെ കുറിച്ചും അതിന്റെ യാത്രയെക്കുറിച്ചും ഇത്രയേറെ ഞങ്ങളോട് സംസാരിച്ചതിനും വളരെയേറെ നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു. Please note that when I was a boy or a student in my childhood, in my village there was no electricity. Getting a kidney or getting a donation is quite difficult. At the same time,